അങ്ങനെ നമ്മൾ മൂന്നാർ വന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോണ ദിവസമായിട്ടോ. അപ്പോൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഹോട്ടലിൽ കയറിയൊക്കെയാണ്. അപ്പോൾ മസാല ദോശ ഉണ്ട് കഴിച്ചത്. അപ്പോൾ പാറുവിനും ദോശ തന്നെയാണ് കഴിച്ചത്. പക്ഷേ അവൾ ദോശ തിന്നിട്ടൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വണ്ടി കയറിയപ്പോഴേക്കും ഛർദ്ദിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ആ ഡ്രസ്സ് മാറ്റേണ്ടി വന്നു. അപ്പോൾ നല്ല തണവായതുകൊണ്ട് സ്വെറ്റർ വാങ്ങിച്ചിട്ടു. അപ്പോൾ പോകുന്ന ദിവസം കൊണ്ട് നമ്മൾ സ്വെറ്റർ വാങ്ങിച്ചത്. നമ്മൾ മൂന്നാർ പോയിട്ട് വീട്ടിലോട്ട് പോകുന്ന സമയമായപ്പോഴാണ് പാറുവിന് സ്വെറ്റർ വാങ്ങിക്കേണ്ടി വന്നത്. ചെന്നൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ നമ്മൾ മൂന്നാറിൽ നല്ല ഫ്രഷ് ക്യാരറ്റ് കിട്ടുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ക്യാരറ്റ് വാങ്ങിച്ചു. ഞാനും പാറും വാങ്ങിച്ചു. ബാക്കി എല്ലാവരും നല്ല ക്യാരറ്റ് കിട്ടിയായിരുന്നു. എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്ന് പോണ വഴിക്ക് നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അത് ക്യാമറയിൽ തന്നെ എടുത്ത് ആ ഒരു ആഗ്രഹം സാധിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പോണ വഴിക്ക് നമ്മൾ ചീയപ്പാറ വാട്ടർഫാൾസിൽ ഇറങ്ങിയില്ലായിരുന്നല്ലോ. വന്ന വഴിക്ക് നമ്മൾ അവിടെ ഇറങ്ങി. നല്ല രസമുണ്ട് ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട്. അവിടെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ ഈ മൂന്നാർ ആ ഹൈ റേഞ്ച് കയറുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ നേര്യമംഗലം അടിമാലി അവിടെ വരെ എത്തണ ആ ഒരു റൂട്ടുണ്ടല്ലോ, അതിൽ കൂടെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടിയിലിരുന്ന് ആവശ്യതയാവും. കാരണം വളവും തിരിവുമാണല്ലോ. എല്ലാവരും നല്ല ക്ഷീണിച്ച് ഉറക്കമായി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട്